നെൽസൺ വെങ്കടേഷൻ ഡയറക്ട് ചെയ്തിട്ടുള്ള തമിഴ് മൂവി ആയിട്ടുള്ള DNA. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത്. 2025 ജൂൺ മാസത്തിലാണ് സിനിമ തിയേറ്ററിൽ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും സിനിമ കണ്ടു. ഒരു ത്രില്ലർ മൂവിയാണ്, അതേസമയം തന്നെ ഫാമിലി ഡ്രാമ ഗണത്തിൽ പെടുത്താൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് 101% ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത് എല്ലാ പ്രേക്ഷകർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണമുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അതിന് മുൻപായിട്ട് സിനിമയുടെ കഥയെ കുറിച്ചൊന്ന് പറയാം. ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് നിമിഷ സജയനാണ്. ദിവ്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ അഥർവയാണ് ഇതിനകത്ത് ആനന്ദ് എന്ന് പറയുന്ന നായക കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ദിവ്യ ആനന്ദ് എന്ന് പറയുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതമാണ് സിനിമ പ്രധാനമായിട്ടും കാണിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ്. അതിന്റെ ഇടയിൽ ഒരു ദിവസം ദിവ്യ പ്രഗ്നന്റ് ആകുന്നു, പിന്നെ കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയുമായിട്ടുള്ള ലൈഫ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് കുട്ടിയെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ കുട്ടിയുമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചിങ്ങനെ പോയി അവസാനം വലിയ വലിയ സത്യങ്ങൾ കണ്ടെത്തുന്നു. വലിയ വലിയ കാര്യങ്ങൾ, അതും പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തൊക്കെ അധികം വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. സോ ഇത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം കാലിക പ്രസക്തമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. ഈ പറയുന്ന ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഓക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇത്രയും അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ത്രില്ലർ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടും ഈ സിനിമ എല്ലാവർക്കും ഓക്കെ ആവില്ല എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു മെറ്റാ നറേറ്റീവ് ടെക്നിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മെറ്റാ നറേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല, അധികം പരിചിതമായിട്ടുള്ള കാര്യമല്ല. വളരെ ചുരുക്കം സിനിമകളിൽ മാത്രം നടക്കുന്ന കാര്യം അത്. അതായത് നമ്മൾ എപ്പോഴും സിനിമ കാണുന്ന സമയത്ത് ഡയലോഗ്സ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് എന്താണ്, സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന തിരക്കഥ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒന്നെന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ആയിരിക്കും, അപ്പുറത്ത് ഡയലോഗ്സ്. ഈ ഡയലോഗ്സ് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് സിനിമയുടെ ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുക. ഈ ഷോട്ട് ഡിവൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുക. ആ സ്ക്രിപ്റ്റ് നമുക്ക് വായിച്ചു തരുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ചുരുക്കം സിനിമകളിൽ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട് അത് മാറുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു സിനിമ നമ്മുടെ ഖനി കുസൃതിയുടെ സിനിമ ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ത്രില്ലർ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന ഒരു നെറേറ്റീവ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. നമ്മൾ സിനിമ കണ്ട് കണ്ട് അത് ഭയങ്കരമായിട്ട് അതിലേക്ക് ആഴത്തിൽ ഇറങ്ങി കണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. സോ നമുക്ക് പെട്ടെന്ന് ഒരാൾ ഈ പറയുന്ന സ്ക്രിപ്റ്റ് വായിച്ചു തന്നു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് സിനിമ കാണാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതേസമയം തന്നെ ഈ സിനിമയ്ക്കകത്ത് പലപ്പോഴും അത് ഉപകാരപ്രദമായിട്ടുണ്ട്. ചില ഇമോഷൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി അതിന്റെ ആഴം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഉപകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ട്രെൻഡ് എല്ലാവർക്കും ഓക്കെ ആവില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല. എനിക്കും അത്രയ്ക്ക് ഓക്കെ അല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും അധികം പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്, സിനിമയുടെ തുടക്കത്തില് കുറച്ച് വിലപ്പെട്ട സമയം എന്ന് പറയുന്ന പോലെ തന്നെ നായകന്റെയും നായികയുടെ ഒക്കെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവരുടെ ഫ്ലാഷ് ബാക്ക് അല്ല, അവരുടെ ഒരു വിവാഹത്തിന് മുൻപുള്ള ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്. അത് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഇതിലെ നായികയായിട്ടുള്ള ദിവ്യ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു മാനസിക രോഗമാണെന്നുള്ള രീതിക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ആഴത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കുന്നു. പക്ഷെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD എന്ന് പറയുന്ന ഒരു സംഭവത്തെ വളരെ മോശമായിട്ടാണ് ഈ സിനിമ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള BPD ഒക്കെ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ സിനിമയിലെ നായികയുടെ അത്രത്തോളം കൂളായിട്ട് നിൽക്കില്ല. അത് കൈവിട്ട ഒരു പോക്കായിരിക്കും. പ്രത്യേകിച്ചും നായിക കടന്നു പോകുന്ന പല സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജിലൊന്നും ഇത്രയും നോർമൽ ആയിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ പെരുമാറുന്ന പോലെ നോർമൽ ആയിട്ട് BPD ഉള്ള ഒരാൾക്ക് പെരുമാറാൻ പറ്റണമെന്നില്ല. അതേ സിനിമയ്ക്കകത്ത് വളരെയധികം കൃത്യമല്ലാത്ത രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാണ്ട് ആ രോഗത്തെ കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകൾ വെച്ചൊരു സിനിമ എടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നായകന്റെ ഫ്ലാഷ് ബാക്ക്, പ്രണയം സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണിക്കാണ്ട് കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മുൻപോട്ട് പോകുന്ന കഥയ്ക്ക് ഇതൊന്നും ആവശ്യമായിട്ട് വരുന്ന ഒരു സംഗതിയല്ല. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ കാണിക്കുന്നു എന്നല്ലാണ്ട് ഇതൊന്നും കഥാഗതിയെ മാറ്റിമറിക്കുന്നില്ല. അപ്പൊ BPD ഉള്ള ഒരു നായിക കഥാപാത്രത്തെ കാണിച്ചു, അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു, കുട്ടിയെ നഷ്ടപ്പെട്ടു പോയി, ചിലപ്പോൾ അവർ കൈവിട്ട് പോയ ഒരു അവസ്ഥയിലേക്ക് എത്തും. അവരുടെ മൂഡ് സിങ്സ് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. ആ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല.
സ്വാഭാവികമായിട്ടൊരു സ്ത്രീക്ക് എങ്ങനെയാണോ കുട്ടിയെ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ കാണിച്ചിട്ടുള്ളൂ. എന്റെ അറിവിലുള്ള BPD ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ല, രോഗാവസ്ഥയെ കുറിച്ച് പഠിച്ചില്ല എന്നുള്ള ഫീൽ വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. നിമിഷ സജയൻ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിമിഷ സജയന്റെ ആ ഒരു ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെർഫോമൻസ്, ഇതിനകത്തുള്ള അവരുടെ പെട്ടെന്നുള്ള ആ ഒരു പെരുമാറ്റത്തിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് ഹൈ ആവും, ക്യാരക്ടറിലൊക്കെ ഒരു മാറ്റം വരും, ഹൈ ആവും. അതൊക്കെ നല്ല രസമായിട്ട് നിമിഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനന്ദിന്റെ പെർഫോമൻസ് എനിക്ക് ആ ഒരു ഫ്ലാഷ് ബാക്ക് അനാവശ്യമാണെന്ന് തോന്നിയത് കാരണം തന്നെ ഫ്ലാഷ് ബാക്കിന് ശേഷമുള്ള ആ ഒരു കല്യാണത്തിന് ശേഷമുള്ള ആനന്ദിന്റെ ലൈഫ് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുൻപുള്ള ലൈഫ് ഒന്നും എനിക്ക് ഓക്കെ അല്ല. എന്തായാലും നിമിഷയുടെ കരിയറിൽ ഒരു നല്ല ക്യാരക്ടർ ആയിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര ഗൗരവപ്പെട്ട ഒരു വിഷയമൊക്കെ പറയുന്നുണ്ടെങ്കിലും സിനിമയുടെ ക്ലൈമാക്സ് അടുക്കും തോറും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ടത്തെ തമിഴ് സിനിമകളൊക്കെ ഉണ്ട്. ഈ ബേബി ശാലിനിയുടെ ഒക്കെ ആ ഒരു കാലത്ത്, കുട്ടിയായിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ള ദേവി സങ്കല്പം, കുറെ ദേവി കഥകളൊക്കെ ഉണ്ടായിരുന്നു. കുറെ സിനിമകളിൽ ക്ലൈമാക്സിൽ ദേവി പ്രത്യക്ഷപ്പെടും, അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര ഗൗരവത്തിൽ വന്നൊരു സിനിമ ക്ലൈമാക്സ് ആയപ്പോഴേക്കും പക്ക ഒരു ദേവി സിനിമയായിട്ട് മാറി. ദൈവത്തിനെ കുറിച്ചുള്ള സിനിമ, ദൈവത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ആ രീതിക്ക് സിനിമയെ കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ത്രില്ലർ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു സിനിമ ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോഴേക്കും ദേവിയും അതുപോലെ ദേവി ചൈതന്യം, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി, അത് ഇതൊക്കെ പറഞ്ഞിട്ട് പക്ക ഒരു ഭക്തിയുടെ സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. മാത്രമല്ല ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പ്രത്യേകിച്ചും ഇതുപോലൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ, അതും ഇതുപോലെയുള്ള മെറ്റാ നാരേറ്റീവ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ സിനിമയെ കൃത്യമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. ഈ സിനിമ 1, 2, 3 തവണ വീണ്ടും കാണേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ സിനിമയെ കുറിച്ച് വ്യക്തമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ സിനിമ 2, 3 തവണ കാണേണ്ട അവസ്ഥയൊക്കെയാണ്. എന്തായാലും സിനിമയുടെ മറ്റു വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല. എന്നാലും അഭിനയിച്ചവരൊക്കെ തരക്കേടില്ലാണ്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയത്തക്ക മോശമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് പാർത്ഥിപനാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. തിരക്കഥ വളരെയധികം ദുർബലമായിരുന്നു. മെറ്റാ നെറേറ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. പക്ഷെ മെറ്റാ നെറേറ്റീവ് ടെക്നിക് കാരണം നിങ്ങൾ എത്ര പേര് സിനിമ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു സംശയമുള്ളത്.